ഹായ് ഫ്രണ്ട്സ്, BSc നഴ്സിംഗ് LBS വഴിയുള്ള BSc നഴ്സിംഗ് പ്രോഗ്രാമിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ അപ്രൂവ്ഡ് കോളേജസിൻ്റെ ലിസ്റ്റ് അടുത്ത് തന്നെ സൈറ്റിലേക്ക് വരും. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും. പിന്നീട് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം തരും. ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ബേസ് ചെയ്തിട്ട് 3 അലോട്ട്മെൻറ്റുകൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് തന്നെയാണ്. ഗവൺമെൻറ് കോളേജിൽ എത്ര സീറ്റ് അവൈലബിൾ ആണെന്നൊക്കെ നമുക്കറിയാം. 1000-ൽ താഴെ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും പലരും ആഗ്രഹിക്കും കൃത്യം 1000 അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ഗവൺമെൻറ്റിൽ സീറ്റുള്ളത് അത്ര വരെ റാങ്ക് ഉള്ളവർക്ക് മാത്രമേ, അതായത് ഇപ്പോൾ LBSൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഗവൺമെൻറ് സീറ്റുള്ള എത്ര സീറ്റുണ്ടോ അത്ര മാത്രം റാങ്ക് ഉള്ളവർക്ക് മാത്രമാണോ അഡ്മിഷൻ കിട്ടുക എന്ന്. അങ്ങനെയല്ല. ആ ഗവൺമെൻറ് സീറ്റിൽ തന്നെ നമുക്കറിയാം കാറ്റഗറി റാങ്ക് ഉണ്ട്. ഓരോ കാസ്റ്റ് വൈസ് വ്യത്യസ്ത കാറ്റഗറിയിലുള്ള റിസർവേഷൻ ഉള്ളവർക്കും മൊത്തം ഗവൺമെൻറ് സീറ്റ് മെറിറ്റ് മാത്രം നോക്കി, ജനറൽ മെറിറ്റ് മാത്രം നോക്കിയിട്ടുണ്ട്. കാസ്റ്റ് വൈസ്, EWS, അങ്ങനെ ഓരോ തരത്തിലുള്ള റിസർവേഷൻ കാറ്റഗറിയിലും എല്ലാം കൂടിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ മൊത്തം സീറ്റ് വരുന്നത്. അപ്പോഴവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉദാഹരണമായിട്ട് LBSൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി, ആ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ ആ കുട്ടിയെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ ആദ്യത്തെ റാങ്കിലൊക്കെ LBSൻ്റെ ഒഫീഷ്യൽ ഫൈനൽ റാങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന റാങ്കുകളുള്ളവരൊക്കെ ചിലപ്പോൾ നീറ്റ് കീമ് വഴിയൊക്കെ മുന്നിൽ റാങ്കിലുള്ളവരായിരിക്കും. അവരൊക്കെ BSc നഴ്സിങ്ങിന് ജസ്റ്റ് അപ്ലൈ ചെയ്തു എന്ന് മാത്രമായിരിക്കും. അവരൊക്കെ ഒരുപക്ഷെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണമെന്നില്ല. അവർക്കൊക്കെ ഇപ്പോൾ നീറ്റിനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. 680, 700 അതിൽ കൂടുതലോ മാർക്കൊക്കെ കിട്ടിയ കുട്ടികളാണെങ്കിൽ അവർ ഒരിക്കലും ഇവിടെ BSc നഴ്സിങ്ങിന് ഇഷ്ടമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ പോകുന്നില്ല. അതിൻ്റെ പിന്നിലേക്ക് വരുന്നവർക്കാണ് പരിഗണന കിട്ടുക. അതായത് ഇപ്പോൾ നമുക്ക് ഇത്രയേ ഗവൺമെൻറ് സീറ്റുള്ളൂ. അപ്പോൾ LBSൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ അത്ര വരെ റാങ്ക് ഉള്ളവർക്ക് മാത്രമാണ് കിട്ടുക എന്ന് നമുക്ക് കരുതാൻ വേണ്ടി പറ്റൂല. മാത്രമല്ല റിസർവേഷൻ കാറ്റഗറിയൊക്കെ വരുന്നുണ്ട്. അതിനുമൊക്കെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ട് എന്നറിയാം. അപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേ എത്ര വരെ ഉള്ളവർക്ക് കിട്ടുമെന്നറിയും. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോഴേ നമ്മളെപ്പോഴും ആദ്യം ഗവൺമെൻറ് കോളേജസ് തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് വെക്കുക. നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച്, ഓർഡർ ഓഫ് പ്രിഫറൻസിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പ് തോന്നുന്ന അത്തരത്തിൽ ആദ്യം എല്ലാം ഗവൺമെൻറ് കോളേജും വെച്ചതിന് ശേഷം നമ്മൾ സെൽഫ് ഫിനാൻസിങ് വെക്കുക. ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിൽ അടുത്ത് നമുക്ക് അർഹതയുണ്ടെങ്കിൽ നമ്മളെ പരിഗണിക്കും. അപ്പോഴേ ഗവൺമെൻറ് നമുക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എൻ്റെത് 1500-ാമത്തെ റാങ്കാണ്, എനിക്ക് ഒരിക്കലും ഗവൺമെൻറ്റിൽ കിട്ടാൻ പോകുന്നില്ല എന്ന് ഇപ്പോൾ ഉറപ്പിക്കണ്ട. ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. നമ്മുടെ മുന്നിൽ റാങ്കിലുള്ളവർ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയില്ല, അവർ BSc നഴ്സിങ്ങിന് ചേരുന്നില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് പിന്നോട്ട് വന്നേക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഇഷ്ടമുള്ള ഗവൺമെൻറ് കോളേജ് തന്നെ ആദ്യം വെച്ചോളൂ. അതിനുശേഷം നമ്മളുടെ സെൽഫ് ഫിനാൻസിങ് കോളേജസൊക്കെ വെച്ചാൽ മതി. ഏകദേശം നമുക്ക് അലോട്ട്മെൻറ്റ് വന്നാലേ എത്ര വരെ റാങ്കുള്ളവർക്ക് കിട്ടുമെന്ന് കൺഫേം ചെയ്യാൻ പറ്റൂ. ഇപ്പം നമുക്ക് പറയാം, ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും വ്യത്യസ്ത കോളേജുകൾ BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.